ശബരിമലയെ സംബന്ധിച്ച് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച സങ്കല്പങ്ങളിൽ നിന്നാണല്ലോ ഈ സ്ത്രീ പ്രവേശനം നിരോധനം ഉണ്ടാകുന്നത്. ഒരു നിശ്ചിത പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത്. എവിടെയാണ് അതിന് തെളിവ്? ഏതെങ്കിലും ഒരു ടെസ്റ്റിൽ അത് സംബന്ധിച്ച് തെളിവ് വേണ്ടേ? ഈ ബ്രാഹ്മണ്യം അടിച്ചിറക്കിയ ഒരു കഥയാണല്ലോ ഇത്. ഒരു നിശ്ചിത പ്രായത്തിലുള്ള സ്ത്രീകൾ അവിടെ വരാൻ പാടില്ല എന്ന് പറയുന്ന അനുഷ്ഠാനം, ഒരു സങ്കല്പം ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഹ്മണ്യം പറയേണ്ട മറുപടി, നിങ്ങൾ അയ്യപ്പൻ്റെ ഏത് മന്ത്രം ഉപയോഗിച്ചാണ് അയ്യപ്പനെ പൂജിക്കുന്നത്? ശബരിമലയിൽ അയ്യപ്പനാണെന്നാണല്ലോ പറയുന്നത്. ഏത് മന്ത്രം ഉപയോഗിച്ചാണ് അയ്യപ്പനെ പൂജിക്കുന്നത്? അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദേവതാസങ്കല്പത്തെ പറ്റി ഒരു പരാമർശം കേരളത്തിലെ തന്ത്രഗ്രന്ഥങ്ങളിലില്ല. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു നാമധാരി കേരളത്തിലെ തന്ത്രഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു ദേവതാസങ്കല്പമേ ഇല്ല. അയ്യപ്പൻ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ദൈവമായിരുന്നു. അയ്യപ്പൻ ഇവിടുത്തെ ദളിതരുടെയും പിന്നോക്ക ജാതിക്കാരുടെയും ദൈവമായിരുന്നു. ആ ദൈവത്തെ ബ്രാഹ്മണ്യം അപഹരിച്ചതാണ്.